നമുക്കിന്നൊരു ഇൻവിസിബിൾ നെക്ലസ് ഉണ്ടാക്കിയാലോ? അതും ഇതേ മോഡലിൽ. വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഇൻവിസിബിൾ നെക്ലസ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കെമ്പിൻ്റെ മാംഗോ പെൻഡൻസ് ആണ്. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കത് ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്യാം. ഒറ്റ മാംഗോ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, 3 ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, 5 ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ 5 മാംഗോ വെച്ചിട്ടാണ് ഈ ഒരു മാല ചെയ്യുന്നത്. ആദ്യമേ തന്നെ കൊളുത്ത് ഗിയർ വയറും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതെല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിയർ ലോക്ക് എങ്ങനെയാണ് ഗിയർ വയറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാംഗോ പെൻഡൻസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ആ ഒരു ഒരു മാംഗോ നമ്മൾ ഒരു ഡയറക്ഷനിൽ വെക്കുകയാണെങ്കിൽ മറ്റേ മാംഗോ അതേ ഡിസ്റ്റൻസ് വിട്ടിട്ട് അതേ സെയിം ഡയറക്ഷനിൽ തന്നെ വേണം നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു മാംഗോയുടെ ഡയറക്ഷൻ മാറ്റിയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യമേ തന്നെ ഞാനൊരു മാംഗോ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാംഗോ പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഒരു ഗോൾഡൻ പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം 500-ന് മേപ്പോട്ടൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇൻവിസിബിൾ നെക്ലസിന് അല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു റേറ്റിൽ വേണം, ആ ഒരു റേറ്റിലോ അതിൽ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയും ഇട്ട് കൊടുത്തതിന് ശേഷം അതേ സെയിം അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ആ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അത്രയും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ കൊളുത്തിലേക്ക് ഗിയർ ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു മാല നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ജസ്റ്റ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മാംഗോ പെൻഡൻറ്റിൻ്റെയൊക്കെ റേറ്റൊക്കെ എനിക്കൊന്ന് ഒരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നു 300-400 ആ റേഞ്ചാണ് വരുന്നത്. ഒരു പാക്കറ്റിൽ ഏകദേശം ഒരു 12 പീസെങ്കിലും 15 പീസെങ്കിലും കാണുമായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മെറ്റീരിയൽസ് കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.